ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന സൂചന. അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങളുമുണ്ട്. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്ന് അഭിഭാഷക വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കും വരെ വേടന് ഒളിവിൽ തുടരാൻ അവസരം ഒരുക്കുകയാണ് പോലീസ്. വിവരങ്ങളുമായി നിഷ ദിലീപുണ്ട്. നിഷ, ഗുഡ് മോർണിംഗ്. എന്തായാലും വേടനെ തൊടാൻ എന്തോ പോലീസിനൊരു ഭയം ഉണ്ട് താനും. എന്തായാലും അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. എങ്ങനെയാണ് നിഷ കൂടുതൽ വിവരങ്ങൾ? രാഖി, ഗുഡ് മോർണിംഗ്. ഈ റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. യുവ ഡോക്ടറുടെ പരാതിയിലാണ് റാപ്പർ വേടനെതിരെ തൃക്കാക്കര പോലീസ് കേസെടുത്തത്. കേസെടുത്തെങ്കിലും വേടന് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. വേടൻ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയാണ് തൃക്കാക്കര പോലീസ് ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഈ യുവ ഡോക്ടർ പരാതി നൽകിയത്. ബലാത്സംഗം, തുടർച്ചയായ ബലാത്സംഗം എന്നീ വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത്. എങ്കിൽ തന്നെയും പ്രതിയെ പിടികൂടാനുള്ള ഒരു കാര്യക്ഷമമായി പോലീസ് മുന്നോട്ട് പോകുന്നില്ല. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും വേടനെ അറസ്റ്റ് ചെയ്യാമായിരുന്നു പോലീസിന്. വേടൻ കേരളം വിട്ടിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. മാത്രമല്ല, ഇതിനു മുമ്പ് ലഹരി കൈവശം വെച്ചതിനും പുലിപ്പല്ല് കൈവശം വെച്ചതിനും ലഹരി ഉപയോഗിച്ചതിനുമൊക്കെ വേടനെതിരെ കേസെടുത്തിരുന്നു. പക്ഷേ ഈ തവണ യുവ ഡോക്ടർ പരാതി നൽകിയിട്ടും ഈ വേടനെതിരെ വേടനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസ് തയ്യാറാകുന്നില്ല. മാത്രമല്ല, ഈ ഉന്നതങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം വേടന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നത്. ഒളിവിൽ തുടരുന്ന വേടന് സംരക്ഷണം ഒരുക്കിയിരിക്കുന്നതും ഉന്നത കേന്ദ്രങ്ങളാണെന്ന് തന്നെയാണ് സൂചന. ഒപ്പം തന്നെ വേടന് ഒരു സുരക്ഷാ കവചം ഒരുക്കാൻ ഈ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പോലീസിന് സമ്മർദ്ദമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വേടനെ അറസ്റ്റ് ചെയ്യാൻ അമാന്തിക്കുന്നതും. എന്തായാലും യുവതിക്ക് ഈ പീഡന പരാതിക്കാരിയായ യുവ ഡോക്ടർക്ക് ഫോണിലൂടെ ഭീഷണിയും ഒപ്പം തന്നെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടരുന്നുണ്ട് എന്നാണ് ഇവരുടെ അഭിഭാഷകയും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാര്യക്ഷമമായ ഒരു അന്വേഷണം ഈ വേടന്റെ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പല തവണയായി, ഏതാണ്ട് 3 വർഷത്തോളം സമയം പല തവണയായി പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു. ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഉന്നത കേന്ദ്രങ്ങളെന്ന സൂചനകൾ പുറത്ത് വരികയാണ്. ഇതിനിടെ അതിജീവിതയെ സമ്മർദ്ദത്തിലാക്കാനും ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമങ്ങളും ഉണ്ട്. അതിജീവിതയ്ക്ക് ഫോണിൽ ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്ന് അഭിഭാഷക വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വേടൻ എന്ന ഹിരൺദാസ് മുരളിയെ തൊടാൻ പോലീസിന് ഭയം ഉണ്ട് എന്നുള്ളതും നമുക്ക് പുറത്തു വരുന്ന വാർത്തകളും വിവരങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്നതുമാണ്. നിഷ ദിലീപാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.